പ്രബോധനാർത്ഥം മക്കയിൽ നിന്ന് ശാരീരികമായും മാനസികമായും പല വേദനകളും ത്യാഗങ്ങളും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരിട്ടിട്ടുണ്ട്. എന്നാൽ പ്രവാചകരുടെ ജീവിതത്തിൽ തന്നെ ഏറ്റവും വിഷമം അനുഭവിച്ച, മാനസികമായി ആഴത്തിൽ മുറിവേറ്റ ഒരു ദിവസമായിരുന്നു തങ്ങളുടെ എളാപ്പയായ അബൂ താലിബിന്റെ മരണ ദിവസം. പ്രവാചകരുടെ ജനന ദിവസം മുതൽ പ്രവാചകരെ മക്ക മുശ്രിക്കീങ്ങളുടെ അടുക്കൽ നിന്നും മറ്റു ശത്രുക്കളുടെ അടുക്കൽ നിന്നുമെല്ലാം സംരക്ഷിച്ച ഒരാൾ കൂടിയായിരുന്നു അബൂ താലിബ്. മാത്രമല്ല, മക്ക മുശ്രിക്കീങ്ങളിലെ അബൂജഹൽ അടക്കമുള്ള പല പ്രമുഖരും അബൂ താലിബിനോട് പ്രവാചകരെ കൊല്ലാനുള്ള അനുവാദം തേടി നേരിട്ട് വന്ന് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ അബൂ താലിബ് ഒരിക്കലും അതിനാരെയും സമ്മതിച്ചിരുന്നില്ല. പ്രവാചകർ അബൂ താലിബിന്റെ സംരക്ഷണത്തിൽ സുരക്ഷിതമായി ജീവിച്ചു പോന്നു. പക്ഷേ അബൂ താലിബ് ഒരിക്കലും ഇസ്ലാം സ്വീകരിച്ചിരുന്നില്ല. പ്രവാചകർ നിരന്തരമായ അബൂ താലിബിനെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുവെങ്കിലും അപ്പോഴൊക്കെ അബൂ താലിബ് തങ്ങളുടെ പ്രപിതാക്കളുടെ മതത്തിൽ തന്നെ ഉറച്ചു നിന്നു. അങ്ങനെ അബൂ താലിബിന്റെ മരണ ദിവസം വന്നെത്തി. മരണപ്പായിൽ കിടക്കുന്ന തങ്ങളുടെ എളാപ്പയുടെ അടുത്ത് ചെന്ന് പ്രവാചകർ പറഞ്ഞുകൊണ്ടേയിരുന്നു, അല്ലയോ എളാപ്പ, നിങ്ങളൊന്ന് ഷഹാദത്ത് കലിമ ചൊല്ലൂ. അതിനുശേഷം ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്ത് നിങ്ങളെ എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാം. പക്ഷേ അബൂ താലിബിന് ചുറ്റും കൂടി നിന്നിരുന്ന മുശ്രിക്കീങ്ങൾ ഇനി അബൂ താലിബ് എങ്ങാനും ഇസ്ലാമിലേക്ക് കടക്കുമോ എന്ന ഭയത്താൽ അവർ അബൂ താലിബിനോട് പറഞ്ഞു, എന്ത് അബൂ താലിബ്, നിങ്ങൾ ഇത്രയും കാലം ജീവിച്ചിരുന്ന നിങ്ങളുടെ പ്രപിതാക്കളുടെ മതത്തിൽ നിന്ന് പിന്തിരിയുകയാണോ? അതൊരിക്കലും പാടില്ല. മക്ക മുശ്രിക്കീങ്ങളുടെ അടുക്കൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു ആരോപണം കേട്ടതോടുകൂടെ അബൂ താലിബ് ഒരിക്കലും ഇസ്ലാമിലേക്ക് പ്രവേശിച്ചില്ല. മറിച്ച് അവരുടെ പ്രപിതാക്കളുടെ മതത്തിൽ തന്നെ മരണപ്പെടുകയാണ് ഉണ്ടായത്. ഈ ഒരു സംഭവശേഷം വിഷമത്തിൽ ആണ്ടുപോയിരുന്ന പ്രവാചകരെ സമാധാനിപ്പിച്ചുകൊണ്ട് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകരിലേക്ക് ഒരു സന്ദേശം എത്തിക്കുന്നുണ്ട്. ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത. നബിയെ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഹിദായത്ത് ലഭിക്കണമെന്നില്ല. മറിച്ച് നാം ഉദ്ദേശിക്കുന്നവർക്ക് മാത്രമേ ഹിദായത്ത് ലഭിക്കുകയുള്ളൂ. നാം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പലർക്കും ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ടാകാം. പക്ഷേ അതിലെല്ലാവരും ആ ഉപദേശം സ്വീകരിക്കണമെന്നില്ല. നാം അതിൽ നിന്ന് ഒരിക്കലും വിഷമിക്കരുത്. നാം അവരെ വീണ്ടും വീണ്ടും ഉപദേശങ്ങൾ നൽകി ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടേയിരിക്കണം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ആർക്കാണ് ഹിദായത്ത് നൽകാൻ ഉദ്ദേശിച്ചതെന്നോ എപ്പോഴാണ് നൽകാൻ കരുതിയതെന്നോ ഉള്ള കാര്യം നമുക്കറിയുകയില്ല. അത് അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാവർക്കും ഹിദായത്ത് നൽകുമാറാകട്ടെ.